കൂട്ടുകാരെ വൈകുന്നേരം ആയപ്പോൾ തന്നെ നമുക്കൊരു കല്യാണം കൂടാണ്ട്, അതായത് ഇന്നൊരു റിസപ്ഷൻ കൂടാൻ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വൈകുന്നേരം റെഡി ആയിട്ട് അങ്ങോട്ട് നമ്മൾ ചെത്തിപ്പൊളിച്ച് പോകാനുള്ള ഐഡിയയിലാണ്. നമ്മൾ റെഡി ആയത് കണ്ടാക്കി കല്യാണ ചെറുക്കനേക്കാളും മൊഞ്ചിക്കുണ്ടാവോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തൊക്കെ ആയാലും നമ്മൾ നേരെ RB ഗ്രാൻഡിക്ക് ആയിട്ട് വന്നു. ഓഡിറ്റോറിയത്തിൽ എത്തിയപാടെ നമ്മൾ വധുവരൻ്റെ ഫോട്ടോ കണ്ടു. അങ്ങനെ ഒരു നേരിലും കണ്ട് നമ്മൾ നേരെ DJ വിത്ത് പാർട്ടിയിൽ ഇൻവോൾവ് ആയി. DJ പാർട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് സൈഡായി. അത് കഴിഞ്ഞപ്പോൾ ഈ പരിപാടി കണ്ടു. ഇവിടെ ഫോട്ടോ ഫ്രീ ആയിട്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളും പോയി ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്തു. ആഹാ, എന്താ വിഗൊക്കെ നമ്മൾ ചങ്ങായിമാരൊക്കെ വെച്ച് നല്ല കിടിലായിട്ടുണ്ട്. നമ്മളും പോയി ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്തു. കൈകൾ തഴുത്തു കുത്തി കൈയാൽ പമ്പരം ചുറ്റി കൈകൾ തലയിൽ വെച്ചാട്ടെ ചുവന്ന സാരി കൊള്ളാടി വളയ്ക്കും നിന്നേടി ജോജു ജോർജ് വരുന്നു. ബാക്കിയുള്ള കാണാനുള്ള ത്രാണില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കേട്ടു. ഈ കാണാൻ സദ്യ കേട്ടോ നമുക്കുള്ളത്. ഒരു ഇഡ്ഡലി ദോശ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. അങ്ങനെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രിഞ്ച് അങ്ങോട്ട് എടുത്തു, അതും കഴിച്ചു. അങ്ങനെ നല്ല ചോറും വന്നു, അതും സാമ്പാറും കൂട്ടി നമ്മളങ്ങോട്ട് തിന്നങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് വളഞ്ഞ ഐസ്ക്രീം കഴിക്കാൻ പോവാം. ഞാൻ പാവങ്ങളല്ലേ വിളിക്കല്ലേ പോവാന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് പോയി. അങ്ങനെ നല്ല ഐസ്ക്രീം ആയി കിട്ടും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡാഡി ഇവിടെ 4ാമത്തെ ഐസ്ക്രീം കുത്തി കയറ്റണം ഞാൻ കണ്ടത്. ഓ മൈ ഗോഡ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ പോപ്കോൺ ആയിരുന്നു. പക്ഷേ അത് നമ്മൾ കഴിച്ചില്ല, കാരണം ആയപ്പോഴേക്കും നമ്മളെ വയറ് ഫുള്ളായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം മേലെ പോയിരുന്ന് പിന്നെ വീട്ടിൽ പോകാനായപ്പോൾ ഒരു ഐസ്ക്രീമും കൂടി അവസാനം കഴിച്ചങ്ങോട്ട് വൈൻഡപ്പ് ചെയ്തു. അതായത് ഇതോടെ അങ്ങോട്ട് നിർത്തി എന്നർത്ഥം. എടാ മോനെ, അപ്പം നാളെ